ഇനി ഉളഹിയത്തുമായി ബന്ധപ്പെട്ട് നാം പഠിക്കേണ്ട ചില മസ്അലകൾ അതും കൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കേട്ടോളിൻ. ആദ്യമായി ഈ മസ്അലകൾ പറയുമ്പോൾ ഒരു ഹദീസ് കേട്ടോളിൻ. ആ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ്? ഉമ്മി സലമത റളിയല്ലാഹു അൻഹു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്: ഇദാ റഅയ്തും ഹിലാല ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിന്റെ പിറ നിങ്ങൾ കണ്ടാൽ, വഅറാദഹദികും അയ്യുളഹിയ, നിങ്ങളിൽ ആരെങ്കിലും ഉളഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ, ഫലിയുംസിക്, നിങ്ങൾ ആ ഉളഹിയത്ത് അറുക്കുന്നത് വരെ നിങ്ങൾ നീക്കം ചെയ്യാൻ പാടില്ല. അൻശഇരിഹി, മുടിയോ, വഅൽഫാരിഹി, നഖമോ നിങ്ങൾ നീക്കം ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതായത് ദിൽഹിജ്ജ മാസത്തിന്റെ പിറ നിങ്ങൾ കണ്ടത് മുതൽ എന്താണ് ഉളഹിയ അറുക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്താണോ ആ ബലികർമ്മം നടത്തുന്നത് വരെ എന്താണ് നിങ്ങളുടെ മുടികളോ അതുപോലെ തന്നെ നഖമോ ഒന്നും തന്നെ മുറിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. ഏതുവരെ ഗുഹ്യഭാഗങ്ങളുടെ രോമം പോലും അതിനു മുമ്പ് എല്ലാം പഠിച്ച് എല്ലാം നമ്മൾ വൃത്തിയാക്കി ശുദ്ധീകരിക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കുക, ബലി അറുക്കുന്നതിന്റെ അവസാന സമയം അയ്യാമു തശ്രീഖിന്റെ അവസാന ദിവസം അഥവാ ദുൽഹിജ്ജ 13 സൂര്യ അസ്തമാനം വരെയാണ് ഇതിന്റെ സമയം. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ബലിപെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ്, അതായത് ദുൽഹിജ്ജ 11, 12, 13 അന്ന് അസർ നമസ്കാരം വരെയും നാം തക്ബീറും മുഴക്കേണ്ടതുണ്ട്, തക്ബീറുകൾ ചൊല്ലേണ്ടതുമുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ബലി അറുക്കേണ്ട മൃഗം എന്നത്. അത് ഒട്ടകം അല്ലെങ്കിൽ മാട് അല്ലെങ്കിൽ ആട് എന്നിവയാണ് ഉളുഹിയത്തിന്റെ മൃഗങ്ങൾ എന്ന് പറയുന്നത്. ഒട്ടകം, മാട്, ആട് എന്നതാണ്. മാട് വിഭാഗത്തിൽപ്പെട്ടതാണ് പശു, പോത്ത്, എരുമ, മൂരി എന്നിങ്ങനെയുള്ളത്. ഇതല്ലാത്ത ഏത് ഒരു മൃഗവും എന്താണ് ഉളുഹിയത്തിന് ഇല്ല, ഉളുഹിയത്തിന് പാടില്ല. ഇതല്ലാത്ത ഒരു മൃഗവും ഉളുഹിയത്തിന് പാടില്ലാത്തതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ ഒട്ടകത്തിന് 5 വയസ്സ് പൂർത്തിയായിരിക്കണം. മാടിനും കോലാടിനും 2 വയസ്സ് പൂർത്തിയായിരിക്കണം. നമ്മുടെയൊക്കെ നാടുകളിൽ കോലാടാണ്, അതുകൊണ്ട് ആ ആടുകൾക്ക് 2 വയസ്സ് പൂർത്തിയായിരിക്കണം. നെയ്യാടിന് 1 വയസ്സ് തികഞ്ഞാൽ മതി. ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ചില ആളുകൾ എന്താണ് ഇറച്ചി കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയൊക്കെ എന്ത് ചെയ്യും? ചെറിയ ആടുകളെ മേടിക്കും, വയസ്സ് തികയാത്ത. ഈ വയസ്സ് തികയാത്ത ബലികർമ്മത്തിന് വേണ്ടി എന്താണ് മാടുകളെ വാങ്ങിച്ചാൽ വുളു ഇല്ലാതെ നമസ്കരിക്കുന്നത് പോലെയാകും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്താണ് ബലികർമ്മത്തിന് അതിൻ്റെതായിട്ടുള്ള മസാലകളിൽ വന്നിട്ടുള്ള വയസ്സുകളുണ്ട്. ആ വയസ്സ് പൂർത്തിയായിരിക്കണം, എങ്കിലേ ഉളുഹിയ ശരിയാവുകയുള്ളൂ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ ബലിമൃഗം കുറ്റമറ്റതായിരിക്കണം, അതായത് ന്യൂനതകളൊന്നും ഇല്ലാതിരിക്കൽ നിർബന്ധമാണ്. അതായത് ചൊറിയോ അതുപോലെ തന്നെ വ്യക്തമായ മുടന്ത്, രോഗമുള്ളത്, ഒരു കണ്ണിന് കാഴ്ചയില്ലാത്തത്, അതുപോലെ ശക്തമായ മെലിഞ്ഞ മൃഗങ്ങള്, ചെവി, വാല്, അകിട്, നാവുകള് തുടങ്ങിയ ഭാഗങ്ങൾ മുറിഞ്ഞത്, ഇങ്ങനെ ന്യൂനതകളൊന്നും ഇല്ലാത്ത മൃഗങ്ങളായിരിക്കണം ബലികർമ്മത്തിന് ഉളുഹിയ്യയ്ക്ക് വേണ്ടി നാം തിരഞ്ഞെടുക്കേണ്ടത്.
അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അതുപോലെ ഷെയർ കൂടുന്ന വിഷയത്തിൽ 7 വരെ ആണ് ഷെയർ ഒരു മൃഗത്തിൽ കൂടാൻ പറ്റുകയുള്ളൂ, സാധിക്കുകയുള്ളൂ, അനുവാദമുള്ളൂ. 7-ൽ കൂടാൻ പാടില്ല. ഇനി കുറയുന്നത് കൊണ്ട് വിഷയമില്ല. കാരണം എന്ത്, ഒരു മാടിനെ മേടിക്കുകയും 2 പേര് ഷെയർ കൂടി അറുത്തു, കുഴപ്പമില്ല, അത് റാഹത്താണ്, അൽഹംദുലില്ലാ, അതിന് കഴിവുള്ളവർ അങ്ങനെ ചെയ്യട്ടെ. അതുപോലെ തന്നെ ഷെയർ, അത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, ഷെയർ കൂടാൻ പാടില്ല, അത് കുറയുന്നത് കൊണ്ട് വിഷയമില്ല. 2 പേര് ചേർന്ന് ഒരു മാടിനെ വാങ്ങിച്ചു, കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് എന്താണ്, വിഷയമില്ലാത്ത കാര്യമാണ്, അതൊക്കെ റാഹത്തായ കാര്യമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിവകളാണ് ബലിമൃഗത്തിന്റെ മസാലകൾ. അതുപോലെ തന്നെ ബലി നാം അറുക്കേണ്ട ഏറ്റവും അഫ്ളലായ സമയം ഏതാണെന്ന് നാം മനസ്സിലാക്കണം. അത് പെരുന്നാൾ നമസ്കാരത്തിന്റെ പ്രസംഗവും അതുപോലെ തന്നെ എന്താണ് ഖുതുബയൊക്കെ കഴിഞ്ഞ സമയത്താണ് ഏറ്റവും കൂടുതൽ അഫ്ളലായ സമയം, ഉളുഹിയ കർമ്മം ചെയ്യേണ്ട അഫ്ളലായ സമയം, ശ്രേഷ്ഠമായ സമയം. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അറുത്താൽ ശരിയാവുകയില്ല. അതുപോലെ തന്നെ അതിനൊരു ഹദീസ് കേട്ടോളിൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി തന്നെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. കേട്ടോളിൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മൻ ദബഹ ഖബ്ല സ്വലാത്തി, വല്ലവനും പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ഉളഹിയത്ത് അറുത്താൽ, ഫഇന്നമാ ദബഹ ലിനഫ്സിഹി, അതവൻ തൻ്റെ ശരീരത്തിന് വേണ്ടി അറുത്തതാണ്, അതായത് അവന് വേണ്ടി അവൻ അറുത്തതാണെന്ന് അള്ളാന്റെ റസൂല് പറയുകയാണ്. പിന്നെയും അള്ളാന്റെ റസൂൽ പറയുകയാ, വമൻ ദബഹ ബഅദ സ്വലാത്തി, ഇനി ഒരുവൻ നമസ്കാരത്തിന് ശേഷമാണ് ബലി അറുത്തതെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഫഖദ് തമ്മ നുസുഖുഹു, അവന്റെ ബലി കർമ്മം പൂർണ്ണമായിരിക്കുന്നു. വഅസാബ സുന്നത്തൽ മുസ്ലിമീൻ, അവൻ മുസ്ലിമീങ്ങളുടെ ചര്യ അവൻ കരസ്ഥമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും, അതായത് ബലിപെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് എന്ത് ചെയ്യരുത്, നിങ്ങൾ ബലി അറുക്കാൻ പാടില്ല. അങ്ങനെ അറുത്താൽ അത് അവന് വേണ്ടിയുള്ള അറുക്കലായിരിക്കും. പിന്നീട് ബലി അറുക്കാൻ എന്ത് ചെയ്യണം, വേറെ ഒരു മാടിനെ മേടിച്ച് പെട്ടെന്ന് തന്നെ അറുത്തേക്കണം. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ഉളുഹിയ ശരിയായിട്ടില്ല, നമസ്കാരത്തിന് ശേഷം ഉളുഹിയ അറുത്താലേ ഉളുഹിയ ആവുകയുള്ളൂ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. എന്ത്, ബലി അറുക്കുന്നതിന്റെ അവസാന സമയം അയ്യാമു തശ്രീഖിന്റെ അവസാന ദിവസം അഥവാ ദുൽഹിജ്ജ 13 സൂര്യാസ്തമാനം വരെയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ.